ചായ് സിമ്പിൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയി. അത് ഹോം സെൻറ്ററിലാണ് പോയത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി മിർഡി സിറ്റി സെൻറ്ററിന് അകത്തുള്ള ഹോം സെൻറ്ററാണ്. അപ്പം വളരെ പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് ഞാൻ അവിടെ പോയത്. ആക്ച്വലി കുറേ എന്താ പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പോയതാണ്. അപ്പം നമ്മൾ അതിലേക്ക് പോയിട്ട് നടക്കുകയാണ്. നമ്മളൊരു എൻട്രൻസിനകത്തൂടെ കയറിയിട്ട് ആ ഒരു ഷോപ്പ് തിരക്കി കുറച്ച് നടക്കേണ്ട വന്നു. ഒരു ഷോപ്പിനകത്തൂടെ കയറിയാണ് നമ്മളെ ഹോം സെൻറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പോകുന്ന വഴിക്ക് പലതരം ഷോപ്പുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ റീച്ചനോട് പറയുന്നത് അത് കണ്ടോ ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പോകണം. എന്ത് രസമാണ് കാണാൻ, എന്തൊരു ഭംഗിയായിട്ടുണ്ട് ഇവിടെ കാണാനല്ലേ. എനിവേ ഞാൻ മേളിൽ നിന്ന് താഴത്തെ വ്യൂ ഒന്ന് കവർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ദുബൈയിലെ ഈ മിർഡി സിറ്റി സെൻറ്ററിലൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും ഞാൻ പോയതൊന്ന് കാണിച്ചു തരുന്നത്. പല പ്രാവശ്യം പോയിട്ടുണ്ട്, അന്നൊന്നും വീഡിയോ എടുക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഇപ്പം എന്തോ നിങ്ങളെ ഇതൊക്കെ കാണിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് വീഡിയോ എടുത്താണ്. അപ്പം നമ്മൾ ഒരുപാട് പേര് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഒരുപാട് താങ്ക്സ്. ഒത്തിരി എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. എനിവേ നിങ്ങളും എൻ്റെ ഒരു ഫാമിലി ആയതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടക്കണം. ഞാൻ പറഞ്ഞ കുറച്ചേറെ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറൊരു പാർക്കിങ് ഞങ്ങൾക്ക് അത്ര അടുത്തുള്ള ഒരിടത്തൊന്നും അല്ല കിട്ടി. അല്ലെങ്കിലും മോളിൽ കയറുമ്പോൾ നമുക്കറിയാമല്ലോ, വണ്ടി ഇട്ടിട്ട് ഒരുപാട് നടക്കാനുണ്ടാവും. അപ്പം മുകളിൽ ഓഫ് കോഴ്സ് പോകുമ്പോഴൊക്കെ അപ്പം നടപ്പ്. അങ്ങനെ നമ്മൾ ദൂരെ നിന്ന് ഹോം സെൻറ്ററൊക്കെ കാണുന്നുണ്ട്. ചുമന്ന കളറൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഈ എന്താ പറയുന്നത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഡെക്കറേഷൻസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ, മനസ്സിൽ നിറഞ്ഞു പോരും, തൃപ്തിയാണ് അതൊക്കെ കാണുമ്പം. അങ്ങനെ ഹോം സെൻറ്റർ കണ്ടു. ഹോം സെൻറ്റർ എനിക്ക് എപ്പോഴും ഒരു വികാരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടുത്തെ സാധനങ്ങളെല്ലാം. ഒരുപാട് യൂണിക്കായിട്ടുള്ള സാധനങ്ങളുണ്ടാവും, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവിടെ. അങ്ങനെ കണ്ടോ, അവിടെ ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഡെക്കറേഷൻസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അവരെല്ലാം അലങ്കരിച്ചൊക്കെ റെഡിയാക്കി നല്ല രസമായിട്ടുണ്ട് കാണാനല്ലേ. അപ്പോൾ ഞാൻ അതിനകത്തൊക്കെ പോവുകയാണ്. കണ്ടിട്ട് എനിക്ക് ഒട്ടും എന്താ പറയുക, എങ്ങനെയെങ്കിലും അതിനകത്ത് കയറി കുറേ സാധനങ്ങൾ വാരാനുള്ള ഒരു ആവേശത്തോടുകൂടിയൊക്കെയാണ് പോകുന്നത്. അപ്പം ഓരോന്ന് കണ്ട് ഇങ്ങനെ പോവുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു ക്രിസ്മസ് ഡെക്കറേഷൻ. ഇനിയിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഓൾറെഡി ചിലരൊക്കെ ട്രീ ഇട്ടിട്ടുണ്ടാവും അല്ലേ. ഈ സാധനം കണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഒരു ക്രിസ്മസിൻ്റെ ഒരു പോസ്റ്റ് പോലത്തെ സാധനം, നല്ല രസം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരുപാട് പേരുടെ വീട്ടിൽ ട്രീ എല്ലാം ഇട്ടോ, ഡെക്കറേഷനൊക്കെ ചെയ്തോ? ഇവിടെ സത്യത്തിലൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല. അതിനൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. അറിയത്തില്ല, യാത്രയൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ അതൊന്നും സാധ്യമല്ല എന്ന് വരും. കാരണം ഇവിടെ ഇട്ടിട്ട് പിന്നെ ആര് കാണാനാ, ഞങ്ങളുടെ മാത്രമല്ലേ ഉള്ളൂ കാണാൻ. അങ്ങനെ അവിടുത്തെ പല വെറൈറ്റീസ് ഞാനിങ്ങനെ കണ്ട് നിങ്ങൾക്കൂടെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. കണ്ടോ, പലതരത്തിലുള്ള ഡെക്കറേഷൻസ് ആണ് അവിടെ. എന്ത് രസമുണ്ട് കാണാൻ. സാൻറ്റായ കണ്ടോ, എന്തെല്ലാം തരത്തിലുള്ള സാൻറ്റായ കാണാം നമുക്ക് ഈ ക്രിസ്മസ് ആകുമ്പോഴത്തേക്കിനല്ലേ. എല്ലായിടും ഒരു ക്രിസ്മസിൻ്റെ ഒരു വൈബ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെ. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ പോയതെന്ന് പറയുന്നത്, ഹോം സെൻറ്ററിൽ പോയതെന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് കൂട്ടാമെന്നുള്ള ഒരു താല്പര്യത്തോട് മാത്രമല്ല ഞങ്ങൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്ക് 1-2 ഫർണിച്ചർ വേണമായിരുന്നു. 1-2 കാര്യങ്ങൾ വേണമായിരുന്നു. ഫർണിച്ചർ ഇല്ലാത്തതുകൊണ്ടല്ല, ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട്, പുതിയ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് നോക്കാൻ വേണ്ടി പോയതാണ്. ഒരു ഡൈനിങ് ടേബിളൊക്കെ തപ്പി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റീച്ചാൻ ഇപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതങ്ങ് എടുക്കുന്ന അങ്ങനത്തെ ആളല്ല. അതിൻ്റെ ഫുൾ നോക്കി കണ്ടുപിടിച്ച് മനസ്സിന് ഇഷ്ടപ്പെട്ട് 100% തൃപ്തിയല്ലാത്ത ഒരു സാധനം റീച്ച വാങ്ങാറില്ല. അതിന് റീച്ചാൻ, ഞാൻ പറഞ്ഞു അങ്ങനത്തെ കാര്യത്തിനൊന്നും റീച്ചാൻ ഒരു കോംപ്രമൈസും ഇല്ല. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ റീച്ചാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ, അതായത് ഞാനൊക്കെ ആണെങ്കിൽ ഓക്കെ എന്തെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചിടാം എന്നുള്ള ചിലപ്പോൾ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവും എനിക്കൊക്കെ.
ഒട്ടുമിക്ക ചില ആൾക്കാർക്കും അങ്ങനെ ആയിരിക്കും, അവിടെ ഒരു സാധനം ഇല്ലല്ലോ, ഒരു ഡൈനിങ് ടേബിൾ ഇല്ല, എന്നാൽ പിന്നെ ഇത് അങ്ങ് മേടിക്കാം എന്നുള്ളൊരു രീതിയിലായിരിക്കും ചിലർ. പക്ഷെ റീച്ചാനെ സംബന്ധിച്ച് അങ്ങനെയല്ല, എന്തെങ്കിലും വാങ്ങിക്കണമെന്നല്ല, റീച്ചാൻ ഒരു തൃപ്തി ഉണ്ടാവണം. റീച്ചാൻ വിചാരിക്കുന്ന എല്ലാ സാധനവും അതിനകത്ത് റീച്ചാൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യും, ഇങ്ങനെ അതെല്ലാം ആയാലും റീച്ച് അത് മേടിക്കുകയുള്ളൂ. അതങ്ങനെയാണ് റീച്ചാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി പോവുകയാണ്. നമുക്കൊരു 6 സീറ്ററിൻ്റെ 6 സീറ്ററിൻ്റെ മതി. കാരണം നമുക്കിപ്പോൾ ഇവിടെ ഇപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ, ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഒട്ടുമിക്ക സമയത്ത് നമ്മുടെ കിച്ചണിലാണെങ്കിൽ ഒരു ചെറിയ ഡൈനിങ് ടേബിൾ പോലെയുണ്ട്, ചിലപ്പോൾ ഞാനും അച്ഛനും അവിടെ ഇരുന്ന് അങ്ങ് കഴിക്കും. അല്ലെങ്കിൽ പിന്നെ ചില സമയത്ത് മാത്രമേ നമ്മൾ ഡൈനിങ് ടേബിളിലോട്ടും, അതായത് ഹോളിലുള്ള ഡൈനിങ് ടേബിളിലോട്ട് വരാറുള്ളൂ. അപ്പം ഞാൻ ഈ ഡൈനിങ് ടേബിളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡൈനിങ് ടേബിളൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിൾ ഓർമ്മ വരുന്നത്. വീട്ടിലെ ഡൈനിങ് ടേബിൾ നിങ്ങൾ പലരും കാണുമായിരിക്കും. കാണാത്തവർ എൻ്റെ ചാനലിൽ തന്നെ അതിനകത്ത് എൻ്റെ വീടിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഡൈനിങ് ടേബിൾ എല്ലാം കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വീടിൻ്റെ ഡൈനിങ് ടേബിളും അതൊക്കെ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ നാട്ടിലെ വീട്. സാധാരണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോകാറുള്ളൊരു വ്യക്തിയാണ്. ഇപ്പം ഞാൻ ഒത്തിരിയായി നാട്ടിൽ പോയിട്ട്. ഒത്തിരി എന്ന് പറയുമ്പോൾ നിങ്ങളെനിക്ക് 2-3 വർഷമായതില്ല, 2 മാസം ആയതേ ഉള്ളൂ കേട്ടോ, 2 മാസം ആയതേ ഉള്ളൂ. പക്ഷേ നാട്ടിൽ പോയിട്ട് കുറച്ചായി. അപ്പോൾ ഇനി പോകാൻ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ എങ്ങനെയും പോകണമെന്നൊക്കെ വിചാരിക്കുന്നു. കണ്ടോ ഇങ്ങനത്തെ ട്രേകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമില്ല ഇതൊക്കെ കാണാൻ. അതിൻ്റെ തന്നെ വെറൈറ്റി പാത്രങ്ങളും ബൗളുകളും ചെറിയ സ്മോൾ സൈസും ബിഗ് സൈസും എല്ലാം ഉണ്ട്. അപ്പം ആക്ച്വലി ഡൈനിങ് ടേബിൾ തപ്പിപ്പോയ ഞങ്ങളാണ്. പക്ഷേ ഡൈനിങ് ടേബിൾ എടുത്തോന്ന് ചോദിച്ചാൽ അത് പുറകാലെ കാണിക്കാം നിങ്ങളെ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ റീച്ചനോട് ചോദിക്കുക ഇതെങ്ങനെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് പ്ലേറ്റ്സ് കുറച്ച് വേണമായിരുന്നേ. എനിക്ക് പ്ലേറ്റ്സ് ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ കുറച്ചാകുമ്പോൾ പ്ലേറ്റ്സ് ഒക്കെ ഒന്ന് മാറ്റി.
കൊണ്ട് നടക്കുകയാണ് എന്താണ് എടുക്കുന്നത്. ഈ ഡൈനിങ് ടേബിൾ, ഈ റൗണ്ട് ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആക്ച്വലി. പക്ഷേങ്കിൽ റൗണ്ട് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് ഈ റൗണ്ട് ടേബിളിൽ ഇരുന്ന് കഴിക്കല്ലേ. എനിക്കറിയില്ല, അതൊക്കെ വെറും കള്ളത്തരമായിരിക്കും, വെറും അന്ധവിശ്വാസങ്ങളായിരിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. റേച്ചൻ അത് മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ സമ്മതിച്ചില്ല. ഞാൻ ഉടനെ എൻ്റെ പപ്പായെ വിളിച്ചു. പപ്പയോട് പപ്പ പറഞ്ഞു, അങ്ങനൊന്നുമില്ല കുഞ്ഞ്, നിനക്ക് എന്താ വട്ടാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. എപ്പോഴോ കുഞ്ഞിലെങ്ങാണ്ട് എന്തോ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ കുറേ ഡെക്കറേഷൻസ്, ഈ പോസ്റ്റ് കണ്ടോ, അതിൻ്റെ ആ ഗ്ലാസ്സിനകത്തോടെ ഇങ്ങനെ ചെറിയ ചെറിയ വൈറ്റ് കളറ് ബോൾസ് പോലെ ഇങ്ങനെ എന്ത് രസമുണ്ട്. അത് ആക്ച്വലി അവർ ഉദ്ദേശിക്കുന്ന സ്നോ പെയ്യുന്ന പോലെയാണ് ക്രിസ്മസ് ഫാദറിൻ്റെ. നല്ല രസമായിരുന്നു കേട്ടോ അതൊക്കെ കാണാനൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് അതേലും ഒരെണ്ണം മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഞാൻ റേച്ചനോട് നമുക്കത് മേടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആക്ച്വലി ഓൾറെഡി ഞങ്ങളതെടുത്ത് ഞങ്ങളുടെ ട്രോളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ കയറിയപ്പോഴേ ഞാൻ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു ആ പോസ്റ്റ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞങ്ങളതൊക്കെ ട്രോളിയിൽ എടുത്ത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ വീണ്ടും ഇങ്ങനെ കുറേ സ്മെല്ല് വരുന്ന കുറേ ഐറ്റം അവിടെ കണ്ടോ ആ ഒരു സൈഡിൽ. ആക്ച്വലി ഞാനാണെങ്കിൽ അവിടെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ റേച്ചൻ അതൊക്കെ തപ്പാൻ പോയതായിരുന്നേ. അപ്പം ഞാനിങ്ങനെ എല്ലായിടവും എടുക്കുകയാണ്. അങ്ങനെ നല്ല രസമായിരുന്നു അവിടെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ. നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ നമുക്കൊന്ന് പോയി നടക്കാനൊക്കെ നല്ല രസമാണ്. അപ്പം ഇപ്പം ദുബൈയുടെ ക്ലൈമറ്റൊക്കെ മാറി വരുന്നുണ്ട്. നേരത്തെ ചൂടൊക്കെ ആയിരുന്നു, ഇപ്പോൾ ചെറിയ രീതിയിൽ ചൂടൊക്കെ ഒന്ന് മാറി. വൈകിട്ട് ഒക്കെ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ഒരു ചെറിയ തണുപ്പും ഒരു ചെറിയ കാറ്റും തണുപ്പും ഒക്കെ. അത് പറഞ്ഞാൽ ഭയങ്കര സെറ്ററുണ്ട് തണുപ്പൊന്നും ഇല്ല കേട്ടോ, അതൊന്നുമില്ല. പക്ഷേ ഒരു സുഖമുള്ള നടക്കാനൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞാനിവിടെ ഇരിക്കുകയാണേ. എനിക്കാണെങ്കിൽ നടന്നിട്ട് വയ്യായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ഇരിക്കുകയാണ്. അപ്പോൾ റേച്ചൻ പറഞ്ഞു, റേച്ചൻ ഇനി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതൊന്ന് തപ്പിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നതൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്നെ ഒന്ന് കണ്ടില്ലല്ലോ, എന്നെ തന്നെ എനിക്കൊന്ന് കാണാൻ തോന്നിയപ്പോൾ ഞാൻ ആ ക്യാമറ ഒന്ന് തിരിച്ചതാണേ. അപ്പോൾ ഞാൻ റേച്ചനെ നോക്കിയിരിക്കുകയാണ് എന്ത് ചെയ്യാന്ന്. റേച്ചനാണെങ്കിൽ എന്തെങ്കിലും എടുക്കാൻ പോയാൽ വാരി കൂട്ടിക്കൊണ്ടേ വരത്തുള്ളൂ എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. അപ്പം ഭാഗ്യം കയ്യിലൊന്നും കാണുന്നില്ല, അപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. ഇതാ വരുന്നുണ്ട്, അവിടെ എല്ലാം തപ്പിയിട്ട് തിരിച്ച് വരികയാണ്. ഒന്നും കിട്ടിയില്ല. ഇനി അടുത്തടുത്തോട്ട് പോവുകയാണേ, ഇനി അടുത്തതൊക്കെ പോകും. അപ്പോഴാണ് റീച്ചൻ നോക്കുന്നത് എൻ്റെ അവിടെ ഇരിക്കുന്നത്, ക്യാമറ എടുക്കുക. റീച്ചൻ ചിരി റീച്ചൻ പിന്നെ അവിടെ നിന്നൊക്കെ മാറുവാണേ. അപ്പോൾ ആക്ച്വലി അടുത്തതൊക്കെ പറഞ്ഞു, ഈ സ്മെല്ല് വരുന്ന നല്ല മണം വരുന്ന കുറേ ഫ്രേഗ്രൻസ് ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ലിക്വിഡൊക്കെ ഏകദേശം തീരാറായിരുന്നേ. അപ്പോൾ അത് നമ്മൾ വീട്ടിലിപ്പം മേടിച്ച് വെച്ചിരിക്കുന്ന ആ ലിക്വിഡിൻ്റെ സെയിം തന്നെ കിട്ടുമോ എന്നറിയാനാണ് റീച്ച് നോക്കി നടക്കുന്നത്. അത് നല്ല സ്മെല്ലാണ്, ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഇരിക്കുന്ന ആ ഒരു മണം നല്ലതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെൽഫായിട്ട് നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത്, അതായത് പൈസ എല്ലാം കൊടുത്ത് ഇറങ്ങി ഞങ്ങളെല്ലാം മേടിച്ച് ഞങ്ങൾ ഇറങ്ങി. ട്രോളിക്കകത്ത് സാധനം കണ്ടോ. പക്ഷെ നോർമലി നമ്മൾ ഹോം സെൻറ്ററിൽ പോയാൽ ഇതല്ല നമ്മുടെ ട്രോളിക്കകത്തെ സാധനം. 2-3 ട്രോളി ഉണ്ടെങ്കിലും നമുക്ക് തികയില്ല. അങ്ങനത്തെ സാധനം കൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങാറുള്ളത്. ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്രയ്ക്ക് വലുതായിട്ടൊന്നും ഇതിനകത്തിലെ കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഒരു ട്രോളിയിൽ ഒതുക്കി. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പിന്നീടൊരു വ്ളോഗായിട്ട് നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പം തൽക്കാലം നമ്മളതെല്ലാം മേടിച്ചുകൊണ്ട് ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ ഫുഡ് കോർട്ടിലോട്ടൊക്കെ ഒന്ന് വന്നതാണ്. അപ്പോൾ നമുക്ക് കുറേ വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ ഇതെപ്പോഴൊക്കെ കഴിക്കുന്നതൊക്കെ തന്നെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് നമുക്ക് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് പാർക്കിങ്ങിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ഈവനിങ് ഇങ്ങനെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഇതിപ്പം വെള്ളം ഒഴിച്ചിട്ട് ഗ്ലാസ് ഒന്ന് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇത് കാണുന്നത് നിങ്ങൾ. എനിവേ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്. കണ്ടോ, ഇതാണ് മിഡീവ് സിറ്റി സെൻ്ററാണ്. ഞാൻ പുറത്തുനിന്നുള്ള ഒരു വ്യൂ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദുബൈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ എന്ത് രസമാണ് കാണാനില്ലേ, 2 സൈഡും ഒക്കെ അല്ലേ. ഒരു മരുഭൂമിയാണെന്ന് പറയുമോ, എന്തോരം പച്ചപ്പുകളാണ് ഇവിടെയൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇതെല്ലാം ചുമ്മാ എടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ പോവുകയാണ്. ഒരു നല്ലൊരു വൈകുന്നേരമായിരുന്നു, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങൾ അവിടെ കയറിയപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കഴിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ചോദിച്ചാൽ നമുക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും കഴിക്കാനായിട്ട് ഞങ്ങൾ
നോക്കിയാണ് കഴിക്കാനൊക്കെ പുറത്തോട്ടിറങ്ങിയതാണ്. ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണേ, ലൈക്കൊക്കെ തരണം കേട്ടോ, കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ നല്ലൊരു ഈവനിങ് എല്ലാവർക്കും ആശംസിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വൈകുന്നേരത്തിൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോയി, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും അനുഗ്രഹത്തോടിരിക്കുക. ഓക്കെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പം വിഷമിക്കരുത്, തളർന്നു പോകരുത്, പിടിച്ചു നിൽക്കണം, പ്രാർത്ഥിക്കുക നല്ലതായിട്ട്. ഓക്കെ, എല്ലാം നന്നായിട്ട് വരട്ടെ എല്ലാവരുടെയും. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല കറക്റ്റ് ഒരു വ്യൂ എനിക്ക് കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ.